Jesus can use anybody, anywhere, anytime. Are you ready for that? Koichipo Verghese from Dallas in Texas as his next teacher. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 22ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 21ാമത്തെ അത്ഭുതമായിരുന്നു നമ്മൾ പഠിച്ചത്. അതിനകത്തിൽ സ്തോത്രം ഇങ്ങനെയായിരുന്നു. 14-ാം അധ്യായത്തിൻ്റെ 36ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം ഒന്ന് വായിച്ചാണ് കർത്താവിദാസി. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഗന്നസരേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്നതാണ്. ഈ ഗന്നസരേത്ത് സ്ഥലത്ത് വെച്ച് വളരെ ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ 4-ാം തീയതി എന്ന് പറഞ്ഞാൽ ജനുവരി 4-ാം തീയതി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചാണ്. യേശു അവിടം വിട്ടു, യേശു അവിടെ നിന്ന് യാത്രയായി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള സംഭവങ്ങളാണ് നിങ്ങളുമായി അന്ന് ഞാൻ പ്രസംഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ഓർത്തു കൊള്ളണം, യേശു ഗന്നസരേത്ത് വന്നപ്പോൾ ജനങ്ങളെല്ലാം അപ്പം തിന്നിടത്തു നിന്ന് ഓടി ഇക്കരെ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ തിരഞ്ഞു വന്നത്? അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തിരഞ്ഞു വന്നത് എന്നും, അതുമാത്രമല്ല നിങ്ങൾ അപ്പത്തിന് വേണ്ടിയല്ല, ഈ നശിച്ചു പോകുന്ന ആഹാരത്തിനല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിപ്പീൻ എന്ന് യേശു കർത്താവ് പറയുകയും അതിനുശേഷം അവിടെ ആ ദേശത്തുള്ള ജനത്തെയും അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ മാത്രം സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്ന ജനം തൊടുകയും വിശ്വസിക്കുകയും ആ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് തൊട്ടതെന്നും ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നടന്ന സംഭവം ആ 15-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യത്തിനകത്ത് നിങ്ങളൊന്ന് വായിച്ചു. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവ്വനാട് സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മതി. ഇന്നും ജനത്തിന്റെ പ്രശ്നം എന്നാന്നറിയാം. ഇത്രയും അത്ഭുതങ്ങൾ നടന്നപ്പോഴും ഇവരെന്താണ് സംസാരിക്കുന്നത്? യെരൂശലേമിൽ നിന്ന് വന്നിരിക്കുകയാണ്. ആരെ കുറ്റം വിധിക്കാൻ? അത്ഭുതം പ്രവർത്തിച്ചവനെ, അടയാളങ്ങൾ പ്രവർത്തിച്ചവനെ, ജനത്തിന് വിടുതൽ കൊടുത്തവനെ കുറ്റം ചുമത്തുവാൻ. ഇന്നും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടത്തുന്നവരാളുടെ പേരാണ് പരീശന്മാർ. അപ്പോൾ പരീശന്മാരുടെ ജോലി എന്താണെന്നറിയാം? കുറ്റം വിധിക്കുക. ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും, പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും നിങ്ങളിലുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിച്ചു കൊള്ളുക. അവരെ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമ്പ്രദായം ഇന്ന് നോക്കിയേ. ഇന്ന് കേരളത്തിലെ സമ്പ്രദായം, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, ഇന്ന് ഞാൻ പോയ ഭവനത്തിൽ ആ പെൺകുട്ടിയുടെ ദേഹത്തെല്ലാം പച്ച കുത്തിയിട്ടുണ്ട്. വേറൊരു പാസൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും പച്ച കുത്തിയിട്ടുണ്ട്. ഇന്ന് ആ കറമ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെയും പച്ച കുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കണേ, ഞാനൊരു മദ്യപാനിയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പറഞ്ഞാണ്, എപ്പോഴും പറഞ്ഞാണ്, സിഗരറ്റ് വലിച്ചവനായിരുന്നു. ഇനി ഞാൻ നോക്കിയേ, എൻ്റെ ഹൃദയത്തിന് അല്ല, എൻ്റെ ലങ്സിനകത്തെ കറുപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റുമോ? ലോകത്തിൽ ഒരു മനുഷ്യനും കാണാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ശരീരത്തോട് ചെയ്ത പാപത്തിൻ്റെ ഫലം എൻ്റെ ശരീരത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഏത് ഭാഗത്താണോ ഇൻറ്റേർണൽ ഓർഗനിലുണ്ടോ അത് ആർക്കും കാണാൻ പറ്റത്തില്ല. എന്നാൽ പുറമെ സ്കിന്നിൽ എന്ത് പാപം ചെയ്തു അത് മനുഷ്യർക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ കാണുന്നത് കൊണ്ടാണ് വിധിക്കുന്നത്.
അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുറമേ കാണുന്നത് കൊണ്ട് വിധിക്കരുത്. അതാണ് യേശു കർത്താവ് ഇങ്ങോട്ട് താഴോട്ട് വരുന്നുണ്ട് പറയുന്നത്, നിങ്ങളുടെ വായിലേക്ക് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ നിങ്ങളെ അശുദ്ധമാക്കുന്നത് എന്ന് പറഞ്ഞ് 13 കാര്യങ്ങൾ അവിടെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും യേശു കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും നമ്മളെ അശുദ്ധമാക്കുന്നത് എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ് അത് നമുക്ക് വായിൽ നിന്ന് പുറപ്പെടുന്നതോ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. അപ്പൊ തൊലിമേലുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ വസ്ത്രത്തിലോ തൊലിയിലോ ഉള്ള കാര്യങ്ങളല്ല നോക്കണ്ടേ. ഇത് നമ്മുടെ സമ്പ്രദായമാണ്. നമ്മുടെ സമ്പ്രദായം എന്തൊക്കെയാ? പുറമേ ഉള്ളത് നോക്കുക. എന്നെ കുറിച്ചുള്ള എല്ലാവരും മിക്കവാറും ആൾക്കാരുടെ കംപ്ലൈന്റ് എന്താണെന്നറിയാമോ? മീശ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അത് കാരണം മീശ വെക്കാൻ എടുത്തു കളയാനും എനിക്ക് മനസ്സില്ല. പക്ഷെ എടുത്ത് കളയണമെന്ന് എൻ്റെ മീശ എന്നോട് പറയുന്നുണ്ട് എടുത്ത് കളയാനായിട്ട്. കാരണം എന്നെ ഒത്തിരി ശല്യം ചെയ്യുന്നതാണ്. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ സമ്പ്രദായം കാരണം ഇത് അവിടെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കും ചില സമയത്ത്. ഇതിനെ മുറിച്ച് നേരെ ആക്കി പിടിച്ച് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കട്ടെ. അതൊക്കെ വലിയൊരു ശല്യമായിട്ട് മാറും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചില സമയത്ത് പറയാം ഇത് എടുത്താൽ കളയണം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ സമ്പ്രദായം എനിക്ക് ആ സമ്പ്രദായക്കാര് ചിലർ നിന്റെ മീശ എടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രസവനോടേക്കാൻ വരാമെന്ന്. എനിക്കങ്ങനെ അതുകൊണ്ടാണ് അവരുടെ ആ സമ്പ്രദായം നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവമക്കളെ നമുക്കൊന്നും നടക്കത്തില്ല. പുറമേ ഉള്ളത് നോക്കിയാൽ ഒരു മനുഷ്യനെ വിധിക്കേണ്ടത് നിന്റെ അകമേ ഉള്ളതിനെ നോക്കുവാനായിട്ട് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനേകർ നോക്കുന്നത് അവൾ അങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്, എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നാണ് പെൺകുട്ടികൾ വസ്ത്രം ധരിക്കുന്നത് ഫുള്ളായിട്ടാണ്. പാൻറ്റും ഷർട്ടും ഇതെല്ലാം ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നതെന്നാലും ആൾക്കാർക്ക് സാരി കൊടുത്തെങ്കിലും സന്തോഷം വരുത്തുള്ളൂ. അതെന്താ സാരി കൊടുത്തെങ്കിൽ വയറെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് സന്തോഷം. അവരുടെ ദേഹം കാണുന്നില്ലുണ്ടല്ലോ. അപ്പം നമ്മൾ ചിന്തിക്കണം, അവർ കവർ ചെയ്തല്ലേ വസ്ത്രം ധരിക്കുന്നത്. പ്രൈസലോട്. നമ്മൾ മനുഷ്യരെ വിധിക്കുന്നത് നമ്മുടെ അളവുകോൽ കൊണ്ടാണ്. നമ്മുടെ അളവുകോലൊന്ന് മാറ്റി വെക്കണം. കർത്താവിൻ്റെ അളവുകോൽ കൊണ്ട് നമ്മൾ കാണാനായിട്ട് പഠിക്കണം. പ്രൈസലോട്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആ കണ്ണുകൊണ്ട്, സാമുദായിക കണ്ണുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കുക. മറ്റുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സാമുദായിക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്താഗതി കൊണ്ട് കാണാതിരിക്കുക. എങ്കിൽ മാത്രമേ വിടുതൽ ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു അവിടെ വിട്ട് സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ഇനിയും അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീലക്കടലിനരികെ ചെന്ന് മലയിൽ കയറി മതി. യേശു അവിടെ വിട്ട് സീദോനിലേക്ക് വാങ്ങിപ്പോയി. എവിടെ? യേശു അവിടെ നിന്ന് യാത്രയായി. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്തുവാ? ഒരിടത്ത് നിന്ന് യാത്രയായി, ഒരിടത്ത് നിന്ന് വാങ്ങിപ്പോയി. അവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് വിട്ട് വാങ്ങിപ്പോയി. ഈ രണ്ടിൻ്റെ വാക്കിൻ്റെ വ്യത്യാസം എന്തുവാ? നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞേ. വിട്ടു വാങ്ങിപ്പോയി എന്ന് പറഞ്ഞതും യാത്രയായി എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അപ്പൊ അതിന്റെ മീനിങ് എന്തുവാ? അതിന്റെ ഒന്നാമത്തെ വാക്യമായി അന്നേരം മനസ്സിലാകും. അതിന്റെ ഒന്നാമത്തെ വാക്യമായി യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. എന്തുകൊണ്ട് അവിടെ നിന്ന് വിട്ടു വാങ്ങിപ്പോയി? അതിന് ഒന്നാമത്തെ വാക്യമായി അന്നേരം മനസ്സിലാവും.
മത്തായി 15:1 പെട്ടെന്ന് വായന. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. വന്ന് പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഇത്ര അതിന്റെ തല അധ്യായത്തിനകത്ത് കാണാൻ സാധിക്കും. യേശു അനേകരെ സൗഖ്യമാക്കിയിടത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. യേശുവിനെ അവർ അംഗീകരിച്ചില്ല. ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നിട്ടും യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കത്തില്ല. ആ വീട്ടിൽ നിന്ന് യേശു എന്താ ചെയ്യും? യാത്രയാകുമോ? വാങ്ങിപ്പോകുമോ? ഇപ്പൊ മനസ്സിലായി. ഓക്കെ, യാത്രയയപ്പ് കൊടുക്കുന്നത് നമ്മൾ ആർക്കാ? എങ്ങനെയാ യാത്രയയപ്പ് കൊടുക്കുന്നത്? നമ്മൾ യാത്രയയപ്പ് കൊടുക്കുന്നത് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ചെന്ന് റോഡിൽ നിന്ന് വണ്ടിയെ കയറ്റി പിന്നെ അവിടെ വണ്ടി മറയുന്നവരെയും കാറ്റാറ്റ കൊടുത്തോണ്ട് നിൽക്കും, ഇല്ലയോ? ഒരു യാത്ര അയക്കുക എന്ന് പറഞ്ഞാൽ ആ ആള് പോകുമ്പോൾ നമ്മളൊക്കെയും ഇറങ്ങിച്ചെന്ന് ആള് കണ്ണിൽ നിന്ന് മറയുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തെ നോക്കി കൈ കാണിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ കൊടുത്തു വിടും. അതാണ് യാത്രയയപ്പ്. അതേസമയം വിട്ടു വാങ്ങിപ്പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമാണാവുകയെ, നീ ഇനി തൊട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ അവിടെ നിന്ന് വിട്ടുപോകുവാനിടയായിത്തീരും. ഇന്ന് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മളെ എല്ലാം ഭവനത്തിൽ നടന്നിട്ടും നമ്മൾ പലപ്പോഴും യേശുവിനെ എന്ത് ചെയ്യാറില്ല? പലരും അംഗീകരിക്കാറില്ല. അവർ പൂർവികന്മാരുടെ സമ്പ്രദായത്തെ കൊണ്ട് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൂർവികന്മാരുടെ സമ്പ്രദായം കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും അതിനെ കൊടുത്ത ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബായ പാരമ്പര്യമാണ്. ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മർത്തോമായ പാരമ്പര്യമാണ്. ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ റോമൻ, ഇന്നലെ പറയാൻ ആർസിയാണ്. ഈ പാരമ്പര്യം കൊണ്ടിരുന്നാൽ യേശു എന്താ ചെയ്യും? വീട്ട് വാങ്ങിപ്പോ. ഇപ്പൊ മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയും ഇന്ന് നമുക്ക് അവിടെ നടന്ന അത്ഭുതത്തെ കൊണ്ട് സോർ സീതോനിലേക്ക് വാങ്ങിപ്പോയി. ഇപ്പൊ സോർ സീതോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളുടെ ഏരിയ അല്ല, അത് ജാതികളുടെ ഏരിയയാണ്. ആ സോർ സീതോൻ എന്ന് പറയുന്നത് ഈ സീതോനിലുള്ള ഒരു വിധവയോടായിരുന്നു യേശു ഏലിയാവിനോട് എന്ത് കൽപ്പിച്ചിരുന്നത്? ഏലിയാവിനോട് പോയി ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോഷിപ്പിക്കേണ്ടതിനെന്ന് പറഞ്ഞ് പോയത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഇനി തൊട്ട് അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കർത്താവിന്റെ ചില വാക്യങ്ങൾ. എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ അയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. മതി. ഓക്കെ, ഇനി എന്തിനാണ് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഇതേ മാതിരിയുള്ള പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതേ മാതിരിയുള്ള പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രാർത്ഥന നോക്കണം. എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. ഇതേ മാതിരിയുള്ള പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥന. പിന്നെ എന്താണ്? ഇവൾ എതുവഴിയാ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്? പിന്നാലെ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ വരുന്നത്. ഇവൾ എതുവഴിയാ? പിന്നെ എവിടെ? യേശുവിന്റെ മുന്നിലാണോ പിന്നലാണോ പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ മുന്നിൽ ഇവൾ വന്നോ? പലരും ഇന്ന് എങ്ങനെയാ വരുന്നത്?
പിന്നിലിരുന്ന് പ്രാർത്ഥിക്കുക. അമ്മാമ്മ ഏത് ചർച്ചിലാണ് പോകുന്നത്? അത് ഞങ്ങളുടെ ചർച്ചിലാണ് പോകുന്നത്. അതേത് ചർച്ചിലാണ്? അത് ഞങ്ങളുടെ യാക്കോബ ചർച്ചിലാണ് പോകുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഇട ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട്. അത് എന്തുവഴിയുള്ള പ്രാർത്ഥന അറിയാമോ? പിന്നാലെയുള്ള പ്രാർത്ഥനയാണ്. അപ്പം അമ്മാവ ഞായറാഴ്ച അത് ഞങ്ങളുടെ പള്ളി പോയാലേ പറ്റുള്ളൂ. അപ്പൊ മുന്നേ വരാൻ വയ്യ. പിന്നെ അതുവഴി വന്ന് കാര്യം സാധിച്ചിട്ട് പോകണം. പുറകിൽ കൂടെ വന്ന് പിന്നെ ഇതിനൊരു ഉദാഹരണം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അപ്പന്മാരാണ് ഭയങ്കര മൂർഖന്മാരാ. അപ്പോൾ നിങ്ങളൊരു കാര്യം, ഈ അപ്പന്മാരെടുക്കുന്ന മക്കൾ കാര്യം സാധിക്കണമെന്നുണ്ട് അമ്മയെ മസ്ക ഇടണം. അപ്പോൾ അതുകൊണ്ട് ചെന്ന് അമ്മയുടെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും കാര്യം സാധിപ്പിച്ചെടുക്കണം. അതാണ് പിന്നാലെ നടന്നുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? അമ്മയുടെ അടുക്കൽ പറഞ്ഞു അപ്പൊ നമുക്ക് പലരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയാമോ? ആ അഭിപ്രായത്തിലാണ്. നമ്മുടെ അപ്പന്മാർ അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞാൽ സാധിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് അമ്മയെ കൊണ്ട് കാര്യം സാധിപ്പിച്ചെടുക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഇവിടെ ശിഷ്യന്മാരെ കൊണ്ട് കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവരാവുന്ന പണിയൊക്കെ നോക്കി. വല്ല നടന്നോ? ദൈവമക്കളെ, വേറൊരാളുടെ റെക്കമെൻഡേഷൻ കൈക്കൊള്ളാത്തവനാണ് നമ്മുടെ കർത്താവ്. ആരുടെയും റെക്കമെൻഡേഷൻ നമ്മുടെ കർത്താവിന് ആവശ്യമില്ല. കർത്താവിന്റെ പിന്നാലെ നീ പോകേണ്ട കാര്യവുമില്ല. നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് വേണമെന്ന് അടുത്ത വാക്യത്തിനകത്തുണ്ട്. 25-ാമത്തെ വാക്യം വായിച്ച്. നമസ്കരിച്ചു എന്ന് നമ്മുടെ മലയാളത്തിൽ വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഷി ഗോ ആൻഡ് വർഷിപ്പ് ഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്. വർഷിപ്പ്. വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആരാധിച്ചു എന്നാണ്. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടുന്നതല്ല ആരാധന, അതൊരു ഭാഗമാണ്. ദൈവവചനം കേൾക്കുന്നതല്ല ആരാധന, അതും ഒരു ഭാഗമാണ്. എന്നാൽ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കുള്ളതും കൊണ്ടുവന്ന് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ആരാധന. യഹോവയായ ദൈവം ആരുടെ ആരാധനയാണ് കൈക്കൊണ്ടത്? 2 പേര് ആദ്യം ആരാധിക്കാൻ ചെന്നു. ആരൊക്കെയായിരുന്നു ആരാധിക്കാൻ ചെന്നത്? കയീനും ഹാബേലും. ആരുടെ ആരാധനയിലാണ് ദൈവം പ്രസാദിച്ചത്? ഹാബേൽ അവിടെ വന്ന് പാട്ട് പാടുകയായിരുന്നു ചെയ്തത്. നല്ല ഡാൻസ് ആടി, നല്ല മ്യൂസിക്കുള്ള പാട്ട് പാടി ഡാൻസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. മറ്റേ മെല്ലെ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെന്താ നടന്നത് അവിടെ? അപ്പം അവനുള്ളത് കൊണ്ടെന്ന് രാജാവിന്റെ മുന്നേ വെക്കുകയായിരുന്നു ചെയ്തത്. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുകയാണെങ്കിൽ അബ്രഹാം എങ്ങനെയായിരുന്നു? അവിടെ ചെന്ന് മോറിയ മലയിലോട്ട് ചെന്നിട്ട് കുറച്ച് പേര് ചിഞ്ചിലും ഡ്രമ്മും എടുത്തോണ്ട് പോയി പട്ട് പൊട്ടി പാടുകയായിരുന്നു ചെയ്തത്. അപ്പൊ അവരുള്ളത് മുഴുവനും അവിടെ ദൈവസന്നിധിയിൽ കൊടുക്കുകയായിരുന്നു. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നീ കൊടുക്കണം. നിന്നെ തന്നെ മാത്രമല്ല, നിനക്കുള്ളത് കൊണ്ട് കൊടുക്കണം. അതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. ഇത് ഓർത്തു കൊള്ളണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിനോട് സംസാരിച്ച വിഷയമാണ് ആരാധന. വളരെ കെയർഫുള്ളാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ സ്തോത്ര വഴിപാടും നിങ്ങൾ അതുപോലെ തന്നെ ദശാംശവും കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കർത്താവേ, അത് വെറുതെ കൊണ്ടുവന്ന് സഞ്ചിക്കകത്ത് കൊണ്ടുവന്ന് ഇടാതെ അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കർത്താവേ, ഇത് എൻ്റെ ആരാധനയാണ്, ഇത് ഞാൻ നിന്നെ ഇതൊന്ന് വെച്ച് നിന്റെ കാൽക്കൽ വെച്ച് ഞാൻ ആരാധിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോഴാണ് ദൈവം അത് സുഗ്രാഹ്യമായി കൈക്കൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ വെറും കൈയോടെ ദൈവസന്നിധിയിൽ ചെല്ലരുത് എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അതാണ് ദൈവം ആരാധനയായി. പാട്ട് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം വചന ശുശ്രൂഷ അതിൻ്റെ ഭാഗമാണ്. അന്യഭാഷയൊക്കെ അതിൻ്റെ ഭാഗമാണ്. ആരാധന എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് ദൈവസന്നിധി കൊണ്ട് വെക്കുന്നതാണ് ആരാധന. അവൾ വന്ന് അവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ
അടുക്കളയിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ ചോദിക്കട്ടെ, യേശുവിനോട് തന്നെ നമുക്ക് ചോദിക്കാം, കർത്താവേ, നീ ഈ പറഞ്ഞത് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ആ ഗെന്നസരേത്ത് ചെന്ന് കാണാതെ പോയ ആടുകളെയൊക്കെ സൗഖ്യമാക്കിയിട്ടും അവർ അംഗീകരിക്കാതെ വന്നപ്പോൾ അവിടെ വിട്ടുപോകുന്നതല്ലയോ? ആ ആടുകൾ തന്നെ അല്ലയോ നിന്നെ കുറ്റം പറഞ്ഞത്? ആ ആടുകൾ തന്നെ അല്ലയോ നിന്നെ ഈ ഒരുപാട് എന്താണ് പൂർവ്വന്മാരുടെ സമ്പ്രദായത്തെ പറ്റി പറഞ്ഞ് ശകാരിച്ചത്? എന്തുകൊണ്ടാണ് പിന്നെയും അവരുടെ പുറകെ പോകുന്നത് എന്ന് ചോദിച്ചൂടെ? ദൈവത്തിൻ്റെ മക്കൾ ഏത് കുറ്റം ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം അതിനെ ക്ഷമിച്ച് വീണ്ടും അവരുടെ പിന്നാലെ പോകുന്ന മനോഭാവമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കണം. അവരുടെ കുറവുകളെ അവൻ ഓർക്കത്തില്ല, അവരുടെ അതിക്രമങ്ങളെ അവൻ ഓർക്കത്തില്ല, അവൻ മറന്നു കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രത്യേകം നമ്മൾ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്രായേൽ മക്കളെന്ന് അന്നുണ്ടായിരുന്നത്. ഇന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലുള്ള കാര്യമാണ്. നിങ്ങളുടെ കുറവുകളെ ഓർത്തിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഒരു മനുഷ്യനും ഇല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. പാപം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ ഏത് കാണാതെ പോയ ആടിനെ തിരക്കാണ് യേശു വന്നിരിക്കുന്നത്. അത് ഞാനും നിങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. കാണാതെ പോയ ആട്, ഇസ്രായേലിനെ കാണാതെ പോയ ആടിനേക്കാണ് ആദ്യം ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞ് മറ്റുള്ള ആടുകളിലേക്കും കർത്താവ് ഇറങ്ങി വരുന്നു. അതാണ് ഈ കാഴ്ചയുടെ കാണുന്നത്. അവൾ വന്ന് അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു. 26-ാമത്തെ വാക്യം മാത്രമെന്ന് വായിച്ച കർത്താവിൻ്റെ ദാസി. അതിന് 27 ചേർത്ത് 27. ഈ പ്രാർത്ഥന മതി. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം. ഈ പ്രാർത്ഥന എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് വിശദീകരിക്കാം. ചെറിയ രീതിയിലൊന്ന് തൊട്ട് കാണിക്കാം. ഓക്കെ, വളരെ ശ്രദ്ധിച്ചോണം. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരാ. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു? തകമാമയുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു? പിന്നെ ആദ്യം പൂച്ച ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് കൈപൊക്കി. പൂച്ച നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു നാട്ടിൽ? ഓക്കെ. ഈ പൂച്ച വളർത്തുന്ന വീട്ടിലുള്ള പ്രത്യേകത, എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ 2-3 പൂച്ച ഉണ്ടായിരുന്നു. തള്ളപ്പൂച്ചയും അതിൻ്റെ മക്കളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വല്യമ്മച്ചിക്കാണെന്നുണ്ടെങ്കിൽ പൂച്ച വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തട്ടുമുറമുണ്ട്, പത്തായമുണ്ട്, പിന്നെ നെല്ല്, കാച്ചിൽ, കവരും ഇതെല്ലാം സാധനങ്ങളെല്ലാം വെക്കുന്നതുകൊണ്ട് പൂച്ച വീട്ടിൽ വളർത്തിയിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലി കയറാതിരിക്കാനും ശല്യം ചെയ്യാതിരിക്കാനും പാറ്റ, വഴു ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പൂച്ച. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൂച്ച ഭവനങ്ങളിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ മേജർ ഉദ്ദേശം ഈ മറ്റുള്ള ഇഴജന്തുക്കൾ ഇതൊന്നും കയറി വരത്തില്ല. കാരണം ഇതിനെ പേടിയാണ്. അപ്പോൾ വീട്ടിൽ പൂച്ച ഉള്ളപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എലി കയറി പത്തായത്തിനകത്ത് നെല്ല് മുഴുവൻ തിന്നിട്ട് പോകും. അല്ലേ? അങ്ങനെയല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എലിയുടെ ശല്യത്തിന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എത്ര പൂച്ച ഉണ്ടെങ്കിലും വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കും. പൂച്ചയുടെ കൂടെ പൂച്ച അതുകൊണ്ട് കിടക്കുന്നുണ്ട്, വന്ന് കൂടെ വന്ന് കയറി കിടക്കും. ഭയങ്കര സുഖമാണ്. അത് നല്ല കൂർക്കം വലിയും ഭയങ്കര ചൂടും ഒക്കെ തരും. നല്ല രസമാണ് പൂച്ചയുടെ കൂടെ കിടക്കാൻ. കിടന്നിട്ടുള്ളവരെ ഞാൻ കിടന്നിട്ടുണ്ട്. എനിക്ക് പൂച്ച വലിയ ഇഷ്ടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴല്ല, പണ്ട് ചെറുപ്പത്തിൽ. ഓക്കെ. അപ്പം പിന്നെ അതിൻ്റെ കൈപ്പത്തിയുണ്ട്, നല്ല പഞ്ഞി പോലിരിക്കുന്ന കൈപ്പത്തി. അതിൻ്റെ നഖം കൊള്ളരുതെന്ന് പറഞ്ഞു. നല്ല രസമാണ് കൈപ്പത്തിയൊക്കെ തൊടാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഈ പൂച്ചക്കുള്ള പ്രത്യേകത, ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ 3-4 ആൺപിള്ളേരായിരുന്നു. അപ്പം ഞങ്ങളും അപ്പച്ചനും എൻ്റെ വല്യപ്പച്ചനും അച്ചായനും ഞങ്ങൾ ആൺപിള്ളേരെല്ലാം കൂടെ മേശയിലോട്ട് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മേശയിലോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു കൂട്ടർ വരും. ആരാന്നറിയാമോ? പൂച്ച വരും. ഓരോരുത്തരുടെ കാലയിലും കിടന്ന് വിരകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെ കാലയിലും വന്ന് വിരകുന്ന ഉടനെ ഈ ചോറ് വിളമ്പി ചോറ് ഉരുട്ടി മീനും ഒക്കെ വെച്ച് ആദ്യം അപ്പച്ചൻ ഒരു ഉരുള താഴോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ചായൻ്റെ വക ഒരു ഉരുള, പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വക ഓരോ ഉരുള താഴോട്ട് പോകും. എവിടെ നിന്നാണ് പോയേക്കുന്നത്? ആരുടെ മേശയിൽ നിന്നാ?
യജമാനന്റെ മേശപ്പുറത്ത് നിന്നാണ് ആദ്യം കിട്ടിയത്. ആർക്കാന്നറിയാമോ? അവിടുത്തെ വളർത്തു മൃഗത്തിന്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇനി ആ ഭാഗത്തേക്ക്. സ്തോത്രം. യേശു പറഞ്ഞു, അവനോ അവളോട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഇനി ഓരോ വീടുകളിൽ നായ്ക്കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കും എവിടുന്നാ ഫുഡ് പൊയ്ക്കൊണ്ടിരുന്നത്? മേശപ്പുറത്ത് നിന്ന് തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതേ കർത്താവേ അവൾ പറഞ്ഞെന്നറിയാം, അതേ കർത്താവേ നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് കൊണ്ട് തന്നെ ജീവിക്കുന്നത്. അപ്പൊ അത് അവളുടെ അവകാശമാണോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവകാശം ചോദിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, അവകാശം ചോദിക്കാനായിട്ട് പഠിക്കണം. കർത്താവേ സ്തോത്രം. ആ വളർത്തു മൃഗം ഹല്ലേലൂയ യജമാനന്റെ മേശയിൽ നിന്നുമാണ് കഴിക്കുന്നത്. അന്യന്റെ പര്യമ്പരത്തിൽ നിന്നല്ല കഴിക്കുന്നത്. നീ എൻ്റെ യജമാനനും എനിക്ക് അവകാശപ്പെട്ടതുമാണ് എൻ്റെ മകളുടെ വിടുതൽ. എൻ്റെ മകളുടെ വിടുതൽ എനിക്ക് അവകാശപ്പെട്ടതാണ്. നീ എൻ്റെ യജമാനനുമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അവൾ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അവളുടെ വിശ്വാസം എത്ര വലുതാ! നിങ്ങൾ ഇനി പറഞ്ഞ അവളുടെ വിശ്വാസം എത്ര വലുതാന്ന്. അവളുടെ വിശ്വാസം വലുതാണോ അല്ലയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വിശ്വാസം ദൈവം എങ്ങനെയാണ് അളന്നു നോക്കുന്നത് എന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഏത് രീതിയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ അതിനെ നിന്റേതാക്കി നീ മാറ്റിയെടുക്കുമ്പോഴാണ് വിശ്വാസം അളക്കാൻ പറ്റുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. കർത്താവ് ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസിനെ ടേൺ ഓവർ ചെയ്ത് നിന്റേതാക്കി നീ എടുക്കുമ്പോൾ കർത്താവ് പറയും ഈ വിശ്വാസത്തിന്റെ അളവ് ഇത്രയുമുണ്ട്, അല്ലെ ഇത്രയുമുണ്ടെന്ന് പറയും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ എന്റെയും നിങ്ങളുടെയും മക്കളുടെ വിഷയത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു എന്നുള്ളതല്ല, അവരേത് സാഹചര്യത്തിലായിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തം എങ്ങനെ ആയിരിക്കുന്നു അതിനെ നിന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രാവർത്തികമാക്കി ടേൺ ഓവർ ചെയ്ത് കൊണ്ടുവരുവാൻ സാധിക്കുമോ അവിടെയാണ് വിശ്വാസം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇന്ന് പകൽക്കാലം അങ്ങനെ ടേൺ ഓവർ ചെയ്ത് കൊണ്ടുവരുവാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? മർക്കോസിന്റെ സുവിശേഷം 28ഉം 29ഉം വാക്യം വായിച്ച് 7. അവനോട് അതേ കർത്താവേ, ചെറുനായ്ക്കൾ മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുവല്ലോ. എന്നുത്തരം അവൻ അവളോട് ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക, എന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്നും പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, സ്ത്രീയെ നിന്റെ വിശ്വാസം പോലെ വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു എന്താണ്? സ്തോത്രം, ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഏത് വാക്ക് നിമിത്തമാണ് അവൾ പോകേണ്ടത്? കർത്താവ് പറഞ്ഞ വാക്ക് നിമിത്തമോ അവൾ പറഞ്ഞ വാക്ക് നിമിത്തമോ അവൾക്ക് സൗഖ്യം ലഭിച്ചത്? അപ്പോ നമ്മൾക്ക് വിടുതൽ കിട്ടുന്ന ആരുടെ വാക്കിന് പുറത്താ? ഒന്നുകൂടെ വായിച്ചേ മാമേ. പ്രൈസ് ദി ലോർഡ്. 29ാമത്തെ വാക്യം മർക്കോസിന്റെ സുവിശേഷം 7:29. ഏത് വാക്ക് നിമിത്തം? ഏത് വാക്ക് നിമിത്തം? അതിന്റെ മേളത്തെ വാക്യം വായിച്ചേ. അപ്പൊ ആരുടെ വാക്ക് നിമിത്തമാണ് പോയിക്കൊള്ളാൻ പറഞ്ഞത്? അവളുടെ വാക്ക് നിമിത്തം. ഇനി ഞാൻ ചോദിക്കട്ടെ, ആരുടെ വാക്ക് നിമിത്തമാണ് സൗഖ്യം ലഭിക്കുന്നത്? ഇതേ പിന്നെ കിടക്കുന്നത്. അമ്മ ബൈബിളല്ല വായിച്ചത്.
ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, യേശു അതിന്റെ 27-ാമത്തെ വാക്യം, യേശു അവളോട്, മുമ്പ് മക്കൾ തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൾ അവനോട്, കർത്താവേ ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക. ഏത് വാക്ക് നിമിത്തം? അവളോ യേശുവോ? അപ്പോ ഇനി അപ്പൊ ആരുടെ വാക്ക് നിമിത്തമാണ് വിടുതൽ കിട്ടുന്നത്? അപ്പൊ നമ്മൾ എന്താ പറയുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ വിടുതൽ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അഥവാ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തം നമ്മുടെ ഓരോരുത്തരുടെയും ആക്കി ടേൺ ഓവർ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവേ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വിടുതൽ കിട്ടുവാനിടയായിത്തീരും. അപ്പോൾ കർത്താവ് നിന്റെ വിശ്വാസം അളക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ വിശ്വാസം കർത്താവ് അളക്കുന്നതും കർത്താവിൽ നിന്ന് നമ്മൾ സൗഖ്യം വിടുതൽ പ്രാപിക്കുന്നതും നമ്മുടെ വാക്ക് എങ്ങനെയാണെന്ന്, യേശു അവളോട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട്, അതേ കർത്താവേ, എൻ്റെ വീട്ടിൽ നായ്ക്കുട്ടികളും പൂച്ചയും ഒക്കെ വളർത്തുന്നുണ്ട്, അതിന് ഞങ്ങൾ മേശയുടെ മേളിൽ നിന്ന് വീഴുന്ന അപ്പം കൊടുക്കുന്നത്, അതുകൊണ്ട് നിന്റെ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് തന്നാൽ മതി, എനിക്ക് സൗഖ്യമാകും എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ വാക്കിനെ അവൾക്ക് വേണ്ടി അവൾ ടേൺ ഓവർ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ വാക്കിന്, കർത്താവിൻ്റെ വാഗ്ദത്തത നമ്മുടെ മേലായി വരത്തക്കവണ്ണം, അഥവാ കർത്താവിൻ്റെ അമ്മ മറിയ പറഞ്ഞതുപോലെ, സ്തോത്രം, കർത്താവിന് അസാധ്യം ഗബ്രിയേൽ പറഞ്ഞു, ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു മകനെ പ്രസവിക്കുമെന്നെല്ലാം പറഞ്ഞ് വാഗ്ദത്തങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അന്നേരം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തവളല്ലയോ എന്ന് പറഞ്ഞപ്പോഴാണ് അവളോട് പറയുന്നത്. സ്തോത്രം. അതൊന്ന് വായിച്ചാട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കടന്നു വന്നേ. ലൂക്കോസ് 1 അതിന്റെ 35 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ലൂക്കോസ് 1-ന്റെ 35 മുതലുള്ള വാക്യങ്ങൾ. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം എന്ന് പറഞ്ഞു. മതി. അപ്പോ ഇവൾക്ക് ഭവിച്ചത് എങ്ങനെയാണ്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എൻ്റെ മേൽ ഭവിക്കട്ടെ. അവൾ ആ വാക്കിനെ എന്ത് ചെയ്തു? അവൾ ഏറ്റെടുത്തു. അപ്പോ ആ വാക്കിനെ അവളുടെ വാക്കിയെടുത്തു. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവേ നീ വല്ലതൊക്കെ ചെയ്യണേ എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനെ നിങ്ങൾ ടേൺ ഓവർ ചെയ്തിട്ട്, കർത്താവേ ഇത് നിന്റെ വാഗ്ദത്തം, ഇത് എൻ്റെ മേൽ ഭവിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനിടയായിത്തീരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രൂത്തിനോട് അമ്മായിയമ്മ പറഞ്ഞു, നീ വയലിൽ ചെന്ന് ഇന്ന് കിടക്കാൻ ബോവസ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എവിടെയാണ് ഉറങ്ങുന്നത് നീ നോക്കണം. എന്നിട്ട് അവൻ ഉറങ്ങിയ ശേഷം അവൻ്റെ കാൽക്കൽ ചെന്ന് നീ കിടക്കണം. എന്നിട്ട് അവൻ്റെ കാലിലെ പുതപ്പെടുത്ത് നിന്റെ മുകളിലിടണം. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്.
അതിൻ്റെ അർത്ഥം അവൻ്റെ കാലിലെ അവൻ്റെ പുതപ്പ് എൻ്റെ മേൽ വരണം. കാരണം എനിക്ക് നിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായിരിക്കുന്നു. ഐ നീഡ് യുവർ പ്രൊട്ടക്ഷൻ. അവളുടെ വാക്ക് അനുസരിച്ചപ്പോൾ അവൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതനുസരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും നമ്മൾ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് അതിൻ പ്രകാരം നമ്മൾ നിൽക്കാത്തത് കൊണ്ടാണ് പല സമയത്തും പല അത്ഭുതങ്ങളും നടക്കാതെ പോകുന്നത്. സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കണം. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, നമുക്ക് ചെയ്യേണ്ട വേറൊരു മർമ്മം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഓക്കെ, ആ മർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വിരോധമായി നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ അധിപതിയുണ്ട്. അതിനെ ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി കാണണമെന്നുണ്ടെങ്കിൽ, കാരണം ദൈവം അതിനെ ശാസിക്കത്തില്ല, നിങ്ങളാണ് ശാസിക്കേണ്ടത്. ഈ അന്ധകാരത്തിൻ്റെ പ്രഭു, നമുക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര പ്രഭുവിനെ, നിങ്ങളുടെ മക്കൾക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ നിങ്ങൾ ശാസിക്കണം. അവരുടെ ജോലിക്ക് വിരോധമായി, അവരുടെ വിവാഹത്തിന് വിരോധമായി, അവരുടെ നന്മയ്ക്ക് വിരോധമായി, നിങ്ങളുടെ ഓരോരുത്തരെയും വിടുതലിന് വിരോധമായി പോരാടിക്കൊണ്ട് അന്തരീക്ഷത്തിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയെ നിങ്ങൾ ശാസിക്കണം. എപ്പോഴാണ് ഈ അന്ധകാര ശക്തി വരുന്നത്? വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ദാനിയേലിൻ പ്രാർത്ഥിക്കാനിരുന്ന ആദ്യത്തെ ദിവസം തന്നെ യഹോവയായ ദൈവം മറുപടി അയച്ചു. എന്നാൽ ആ മറുപടി ഇവിടെ വരാതെ 21 ദിവസമായി മറുപടി വരാതെ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതിന് മറുപടി അയച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ വരുന്നില്ല ഭൂമിയിലേക്ക്. എന്താണ് ചെയ്യുന്നത്? പിശാച പാർശ്വപ്രഭുക്കള്, പ്രൈസ് ദി ലോർഡ്, അതുപോലുള്ള എല്ലാ പ്രഭുക്കന്മാരും ആകാശമണ്ഡലത്തിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. നിങ്ങൾ ദാനിയേലിന്റെ പ്രവചനത്തിനകത്ത് നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഞാൻ പറയുന്നത്? ആ അന്ധകാര ശക്തിയോട് ഫൈറ്റ് ചെയ്യുന്നതിന് മീഖായേൽ ഗബ്രിയേലിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാനിയേൽ ഇവിടെ പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീഖായേലിനെ ദൈവം അയക്കുന്നു. മീഖായേൽ വന്ന് യുദ്ധം ചെയ്ത് ഗബ്രിയേൽ ഇവിടെ വന്ന് ദൂതൻ വന്ന് ദൂത് കൊടുത്തതിന് ശേഷം വീണ്ടും പറയുന്നു, ഞാൻ ഇനിയും പോയി മീഖായേലിനെ സഹായിക്കാൻ വേണ്ടി കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ നോക്കണം, ഈ അന്തരീക്ഷത്തിൽ ആകാശമണ്ഡലങ്ങളിൽ ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ആ യുദ്ധം ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലുള്ളവരോടല്ല, എന്നോടും നിങ്ങളോടും എൻ്റെ നന്മയ്ക്കും വിരോധമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള നന്മ, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള നന്മ, നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള നന്മ, അതിന് വിരോധമായിട്ടാണ് പിശാച് പോരാടിക്കൊണ്ട് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ശത്രുവിന് തടഞ്ഞു വെക്കാൻ സാധ്യമാകത്തില്ല. ഇപ്പൊ മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? സ്തോത്രം. അവളുടെ ചിന്താഗതിക്ക് ഒരു അല്പ വ്യത്യാസം വന്നിരുന്നുവെങ്കിൽ അവൾക്ക് ഈ നന്മ അനുഭവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിരുന്നുവെങ്കിൽ. എന്നാൽ അവൾ എന്ത് ചെയ്തു? കർത്താവ് കൊടുത്ത വാഗ്ദത്തം, കർത്താവ് പറഞ്ഞ മക്കൾക്കുള്ള വാഗ്ദത്തെ അവളുടെ വാഗ്ദത്തമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കുക, മക്കളുടെ വാഗ്ദത്തം അവളുടെ വാഗ്ദത്തമാക്കി അവൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അവൾ എത്ര സ്മാർട്ടായിരുന്നു എന്ന് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമക്കളെ പറഞ്ഞത്, ഇത് ഈ ലോകത്തെ ജ്ഞാനം കൊണ്ട് ആത്മീയ മണ്ഡലം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണെന്നറിയാം? ദൈവീക ജ്ഞാനത്താൽ, ദൈവീക പരിജ്ഞാനത്താൽ ഈ ആത്മീയ മണ്ഡലത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയ മണ്ഡലം, അതുകൊണ്ടാണ് ഞാൻ സ്വർഗരാജ്യം എന്ന് എപ്പോഴും നിങ്ങളോട് പറയുന്നത്. ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലായിരുന്നു? യേശുവിൻ്റെ കയ്യിലായിരുന്നു? അവളുടെ കയ്യിലായിരുന്നു? ആരാണ് തുറന്നത്? അവളല്ലേ തുറന്നത്. പ്രൈസ് ദി ലോർഡ്.
ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദൈവമക്കളെ സ്തോത്രം. എനിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ട നന്മ നിങ്ങൾ അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് കൊച്ചുമക്കൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം സന്താന പുഷ്ടിയുള്ളവരായി മാറട്ടെ. അവരുടെ വിവാഹം നടക്കട്ടെ. അവർ കുടുംബസ്ഥരായി തീരട്ടെ. അവരുടെ കുടുംബത്തിൽ യാതൊരു വിധമായ അന്യായ ബന്ധനങ്ങളും ഉണ്ടാകാതെ അതിനെ ശ്വാസിച്ചമർത്തി പ്രൈസ് ദി ലോർഡ് അതിന്മേൽ ജയമെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി നോക്കണം, എന്തുകൊണ്ടാണ് യേശു ഇവളെ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞത്? അതുകൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി നോക്കിയേ, മത്തായിയുടെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ച്. അവൻ അവരോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുത്ത് വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ പിന്നാലെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി കരഞ്ഞോണ്ട് വരുന്നത് ആരാ? പുറകെ കൂടെ കരഞ്ഞോണ്ട് വരുന്നത് ആരാ? അപ്പൊ നമ്മൾ ചെന്ന് ചെയ്യണം, ഈ പട്ടി ഒരിക്കലും മുന്നേ അല്ലല്ല പോകുന്നത്, നമ്മുടെ പിന്നാലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം, നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പിന്നലല്ല വേണ്ടത്, ഞാൻ മുന്നേ വരണം. അവൾ മുന്നൽ വന്ന് നമസ്കരിച്ചു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും നിങ്ങൾ പുറകിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. സകല മനുഷ്യരും കാണുക, നിങ്ങൾ ദൈവസന്നിധിയിൽ മുന്നൽ വരാൻ ശ്രമിക്കണം. മുന്നൽ വരണം, എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഒരു പക്ഷേ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഒരു അമ്മാമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യാക്കോബായിലെ അമ്മാമ്മയുടെ അച്ചാരോട് പറഞ്ഞു, അച്ചാറിൻ്റെ മക്കളെ മോൻ കല്യാണം കഴിക്കുന്ന കാര്യം വേണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അവന് താല്പര്യമില്ലുണ്ടെങ്കിൽ അവന് താല്പര്യമില്ല, ഞാനെന്താ ചെയ്യാനാന്ന് ചോദിച്ചു. വിവരമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പറയുന്നതിനോട് ആ അമ്മാമ്മ കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട്. അപ്പോൾ ഞാൻ അന്ന് അമ്മാമ്മയോട് പറഞ്ഞു, അവരോട് എല്ലാവരോടും പറഞ്ഞു. പ്രൈസിലോട് അന്ന് അച്ചായൻ പറഞ്ഞതാണ്, അച്ചാന് മകൻ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പിന്നെ എനിക്കാണോ വലിയ താല്പര്യം വന്നു എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം അമ്മാമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ദൈവമക്കളെ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാര്യയും ഭർത്താവും മക്കൾ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ആവശ്യമാണ് അവർ വിവാഹം കഴിക്കുക എന്നുള്ളത്. അത് കുടുംബത്തിലായ പിതാവക്കന്മാരുള്ള ഭവനത്തിൽ പിതാവ് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വേഗത്തിൽ നടക്കുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പറയേണ്ടത്, അച്ചായനിപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അച്ചായൻ പറഞ്ഞെന്നിരിക്കും, അവർക്ക് വേണേ കല്യാണം കഴിക്കട്ടെ, ചെറുക്കന് കല്യാണം കഴിക്കട്ടെ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ വിവാഹം നടക്കത്തില്ല, വളരെ താമസിക്കും. അതിലും നല്ലത് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം, അവൻ വിവാഹം കഴിക്കണം, അവൾ വിവാഹം കഴിക്കണം, എൻ്റെ മകൾ ഇന്നപ്പോൾ വിവാഹം കഴിക്കണമെന്ന് പിതാവ് ഡിക്ലെയർ ചെയ്താൽ അത് നടന്നിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രമാണം. ഒരു കുടുംബത്തിൽ കുടുംബനാഥനാണ് പ്രാധാന്യമുള്ളത്, സ്ത്രീക്കല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ സ്ത്രീക്ക് പ്രാധാന്യം ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ കുടുംബനാഥൻ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ കുടുംബിനിക്ക് അവിടെ അവകാശമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള പിതാക്കന്മാർ പ്രേരണയായി തീരട്ടെ, പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.